മോർണിംഗ് ബോയ്സ് ആൻഡ് ഗേൾസ്. അയ്യോ മനസ്സേ, സോറി ഗൈസ്, സമയം 4 മണിയായി. ഗുഡ് ഈവനിങ് ഉള്ള ഗൈസ്. നമ്മൾ ഇന്ന് ഞാനും മാളസും കൂടെ ഇവിടെ നേരെ അടൂരോട്ട് പോകണം. വൈകുന്നേരമായി. 1 മണിക്കൂറിനുള്ളിൽ ചേച്ചി വരും, ബാബുസ് വരും. അതിനുള്ളിൽ വീട്ടിൽ ചെന്ന് കാരണം ഇന്ന് ബാബുസിന്റെ ബർത്ത്ഡേ ആണ്. ഇവരെല്ലാരും കൂടെ പ്ലാൻ ചെയ്ത് ഒരു മൊബൈൽ ഫോൺ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സോ ഗൈസ്, ഈ ഫോൺ സർപ്രൈസ് ആയിട്ട് കൊടുക്കണം, പിന്നീട് കേക്ക് കഴിക്കണം, അങ്ങനെ അല്ലറ ചില്ലറ പരിപാടീസ് ഒക്കെയാണ് ഗൈസ് ഇന്നത്തെ പരിപാടി. രാവിലെ പാതി വെച്ചിട്ടുണ്ട്, ജോലി ഉണ്ടായിട്ട് സൺഡേ ആയിട്ടും ജോലി ഉണ്ട് ഗൈസ്. ജോലിക്ക് ഇറങ്ങും ഭയങ്കര ജോലിക്ക് വരും. അതുകൊണ്ട് ഈ സാധനം കൊണ്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം, അതാണ് ഞങ്ങളുടെ പ്ലാനിങ്. ഓക്കെ ഗൈസ്, ഇത് മേടിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തൊന്നുമില്ല, അതുകൊണ്ട് ഡയറക്റ്റ് കൊണ്ടുപോകണം. സർപ്രൈസ് എന്ന് പറഞ്ഞ് കാണിക്കണം. ഇതിലും വലിയൊരു സർപ്രൈസ് ഉണ്ട്, ഇത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് അവിടെ ചെന്ന് അവസരം അറിയുമ്പോഴായിരിക്കും ഒന്നുകൂടെ ഹാപ്പി ആവുന്നത്. അത് ഞാൻ എന്താ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം, പറഞ്ഞുതരാം. അമ്മയ്ക്ക് എക്സ്പെൻസീവ്. ഹലോ, പോയിട്ട് വരാം. ഈ മഴയ്ക്ക് മുമ്പ് എത്ര പെട്ടെന്ന് അങ്ങ് പോട്ടെ ചേട്ടാ. ഗായ്സ്, അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഇവിടെ ഉണ്ടെന്ന് വാവുസിന് അറിയാം ഗൈസ്, അതുകൊണ്ട് ഞാൻ വിളിക്കാൻ ചെല്ലാന്ന് പറഞ്ഞു. വീട്ടിൽ മാളുസും ന്യൂസുള്ള കാര്യങ്ങളുടെ ചേട്ടന്മാർ വരുന്ന കാര്യം അറിഞ്ഞുകൂടെ. ഒരു ഡൗട്ടുണ്ട്, എന്തായാലും കാണുമല്ലോ ഗൈസ്. അപ്പോൾ ആ ഡൗട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അവർ, വാവുസ്. അവർ ഇതുവരെ വീട്ടിൽ എത്തിയിട്ടില്ല ചേട്ടന്മാർ. ഇതുവഴി വേണം അവർക്കും പോകാൻ. അന്നേരം എനിക്ക് എങ്ങനെയും കുറച്ച് നേരം അതിനെ അവിടെ ഹോൾഡ് ചെയ്യണം. അതാണ് എൻ്റെ ടാസ്ക്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഹോൾഡ് ചെയ്യണം അവർ പോകുന്നിടം വരെ. അതിനായിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തു. അപ്പോൾ കുറച്ച് നേരം കൂടെ പോയി കിട്ടുമല്ലോ. ഇങ്ങനത്തെ കേസ് മൈ ഐഡിയ. സോയസ് വന്ന് ഫ്ലോപ്പായി പോകാൻ പാടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശ്രദ്ധിച്ച് കരിക്കൾ നീക്കണം. സോയസ് കൊണ്ടുപോയി സാധനങ്ങളെല്ലാം മേടിച്ച് തീർന്നില്ലെങ്കിൽ അതിൻ്റെ പരിപാടിയായിട്ട് നിൽക്കുക. ഇല്ലെങ്കിൽ ഞാനായിട്ട് എന്തെങ്കിലും പറഞ്ഞ് പോസ്റ്റ് ആക്കണം. നോക്കാം കേസ്. ഹാപ്പി ബർത്ത്ഡേ. ഈ സൈഡ് മാറിപ്പോയല്ലോ. തോരേ ബാഗ് ഒരു പോയി. എന്ത് Happy birthday to you. Happy birthday to you. Happy birthday Ramuse. അമ്പലപ്പാട്ട് മാത്രമല്ല, സൈഡ് ലൈഫല്ലോ. നമുക്ക് മ്യൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. ന്യൂസ് എൻ്റെ കുഞ്ഞമ്മയുടെ ബർത്ത്ഡേ. പങ്കരം വരാം. തിരിച്ചും ഹാപ്പി ബർത്ത്ഡേ. ഇവരെല്ലാരും കൂടെ ഞാൻ പോയി മേടിച്ചിട്ട് വന്ന മാത്രമേ ഉള്ളൂ. എന്റെ കയ്യിലില്ല. പൊട്ടിക്ക്. വേറെ സർപ്രൈസുകളുണ്ട്. പുറത്തോട്ടില്ല, വെട്ടമില്ല. ആ സാധനം കിട്ടണ്ടേ? അത്ര കിട്ടിയാൽ മതി. അത്രയൊന്നും പോരാ. എപ്പോ നോക്കില്ല ഒരാളെ കണ്ടു, ആൾക്ക് നെറ്റി മേലോട്ട് കാണില്ല. അത് കറക്ക്. അതിൻ്റെ ഉണ്ടോ വലിച്ചു കീറാണ്ടൊരു സാധനം. നിന്റെ തല ഫോണ് കിട്ടണ്ടേ? അത്ര കിട്ടിയത് ആണാക്ക്. ഇല്ല,
അത് കിട്ടാൻ 2 ദിവസം കൂടി എടുക്കും. ഇത് വെച്ച് ഫോട്ടോ എടുക്കും. നീ ഇതിലും ഇങ്ങോട്ട് നോക്ക്. ഇനി വേറൊരു ഹാപ്പിനെസ് കൂടെ ഉണ്ട്, പറയട്ടെ. മന്ത്ലി ഇതിന്റെ EMI അടയ്ക്കണം. സർപ്രൈസും കഴിഞ്ഞ് കേക്കും കഴിഞ്ഞ് ഇനി ബാക്കി പിന്നെ ഇനി ഞങ്ങൾ ഇതെല്ലാം ഒന്ന് ഉപയോഗിച്ചൊക്കെ സമയം കിട്ടും, സമയം കളിച്ച് കുറച്ച് നേരം. ഗൈസ്, അങ്ങനെ പൗസിന്റെ ബർത്ത്ഡേ സർപ്രൈസ് ഇവിടെ കഴിഞ്ഞു. ഹാപ്പി ആയോ പൗസ്? ഹാപ്പിക്ക് സന്തോഷം. ഗിഫ്റ്റ് ആണെങ്കിൽ ഗിഫ്റ്റ് ആണെങ്കിൽ തിരിച്ചുകൂടെ കാണിയത് ഇതാണ് മേടിച്ചെടുത്ത ഗിഫ്റ്റ്. പ്രമോഷനൊന്നല്ല, ഈ ഫോൺ വാങ്ങിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ പോയാ സീരിയലാണല്ലോ. ഗൈസ്, ഏതായാലും ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ സെൻഡ് ചെയ്യണം. എന്താണ് പറഞ്ഞ മെസ്സേജ് ഗൈസ്. അപ്പൊ ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന നമ്മൾ നെക്സ്റ്റ് ടൈം വീഡിയോ ഇടുന്ന കാര്യത്തിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എടുത്തോളൂ. സോ ഗൈസ്, കീപ് സപ്പോർട്ടിങ്. കീപ് സപ്പോർട്ടിങ് ഗൈസ്. അടുത്ത വീഡിയോ കാണാം. സീ യു ദെൻ. ബൈ. ടാറ്റ ആണല്ലോ. ഇതിന്റെ ടാറ്റ അറിയുന്നില്ലല്ലേ.